നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറോണ കാലം പ്രവാസികൾക്ക് വിധിച്ചത് ദുരിതം മാത്രമാണെന്ന് നിങ്ങൾ അറിയണം. തിരുവനന്തപുരം കഴക്കൂട്ടം സ്വദേശിയുടെ നൊമ്പരമായ വാക്കുകൾ നിങ്ങൾ കേൾക്കണം. ഈ പ്രവാസി പറയുന്നത് മറ്റെല്ലാ പ്രവാസികളുടെയും രോദനം കൂടിയാണ്. കഴിഞ്ഞ 4 വർഷമായി ഇദ്ദേഹം UAE-യിലുണ്ട്. പെയിന്റിംഗ് ആയിരുന്നു തൊഴിൽ. എന്നാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ജോലിയില്ല. അതിനാൽ തന്നെ കൂലിയുമില്ല. കമ്പനി വക താമസമുണ്ടെങ്കിലും ഭക്ഷണത്തിന് പ്രയാസം നേരിടുകയാണ് ഇദ്ദേഹം. നാട്ടിലേക്ക് തിരിച്ചു പോകാൻ അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ COVID-19 കാരണം വിമാന സർവീസുകൾ നിർത്തലാക്കിയതിനാൽ സാധിക്കുകയുമില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഹതഭാഗ്യനായ സുനിലിന്റെ ഈ ചോദ്യം. ഒപ്പം ഇത് UAE-യിലെ നന്മ നിറഞ്ഞ മനസ്സുകളുടെ കാതുകളിൽ പതിയണമെന്നും ഇദ്ദേഹം ആഗ്രഹിക്കുന്നു. ഇവരെ പോലെ തന്നെ മലയാളികളടക്കം ഒട്ടേറെ ഇന്ത്യക്കാർ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക, നേപ്പാൾ സ്വദേശികളുമായ തൊഴിലാളികൾ അരപ്പട്ടണിയിലാണ് കഴിഞ്ഞു പോരുന്നത്. ഒപ്പം ചിലർ മുഴുപട്ടണിയിലുമാണ്. തുച്ഛമായ ശമ്പളത്തിനാണ് ഇവരെല്ലാം ജോലി ചെയ്യുന്നതെങ്കിലും കമ്പനിയിൽ എല്ലാ മാസവും കിട്ടുന്ന തുക നാട്ടിലെ കുടുംബത്തിന് അയച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും തികയാറില്ല. കൊറോണ വൈറസ് മൂലം ഇത്തരത്തിൽ ദുരിതച്ചുഴിയിൽ വീണ മലയാളികളടക്കം ഒട്ടേറെ ഇന്ത്യക്കാർ UAE-യുടെ പല ഭാഗത്തുമുണ്ട് എന്നതും ഓർക്കണം. എന്നാൽ തന്നെയും ഇവരെ കണ്ടെത്തി സംരക്ഷിക്കേണ്ടത് UAE-യിലെ ഇന്ത്യൻ എംബസിയുടെയും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെയും കടമ കൂടിയാണ്. എന്നാൽ പല ലേബർ ക്യാമ്പുകളിൽ ഇതുതന്നെയാണ് ഓരോ പ്രവാസിയുടെയും അവസ്ഥ. അതോടൊപ്പം പലതരത്തിൽ വിസ തട്ടിപ്പിലും മറ്റും പെട്ട് നേരത്തെ തന്നെ പ്രതിസന്ധിയിലായ വനിതകളടക്കമുള്ളവരുടെ അവസ്ഥയും പരിതാപകരമാണെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇവർക്കൊന്നും സഹായത്തിനായി എന്ത് ചെയ്യണമെന്നും ആരെ ബന്ധപ്പെടണമെന്ന് പോലും അറിയില്ല. ഒപ്പം മിക്ക ലേബർ ക്യാമ്പുകളിലും ചെറിയ മുറികളിൽ അതിന് ഉൾക്കൊള്ളാവുന്നതിലേറെ പേരാണ് താമസിച്ചു പോരുന്നത്. കൊറോണ വൈറസ് പടരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ തിങ്ങിപ്പാർക്കുന്നത് വളരെ വലിയ അപകടത്തിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇങ്ങനെ രാത്രി അവിടെ തങ്ങുന്നവർ പകൽ നേരം ലേബർ ക്യാമ്പിന് പുറത്തിറങ്ങുന്നു. തുടർന്ന് ഇവർ മദ്യപാനം പോലുള്ള ദൂഷ്യങ്ങളിൽ ചെന്ന് ചാടുന്നു. ഒപ്പം ഒന്നിലേറെ പേർ ചേർന്ന് പണം സ്വരൂപിച്ച് നൽകിയാണ് മദ്യം വാങ്ങിക്കുന്നത്. ആയതിനാൽ തന്നെ വില കുറഞ്ഞ മദ്യം ലേബർ ക്യാമ്പുകളിൽ എത്തിക്കാൻ സംഘങ്ങളും ഉണ്ട്. എന്നാൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ളവർ യൂട്യൂബിലും വാട്സാപ്പിലും മറ്റും വ്യാപരിച്ച് സമയം കളയുമെങ്കിലും ഈ സൗകര്യമുള്ളവർ വളരെ കുറവുമാണ്. അതേസമയം COVID-19 ഭീതിയിൽ കഴിയുന്ന ഇന്ത്യക്കാരെ ആരോഗ്യ പ്രവർത്തകരിലേക്ക് എത്തിക്കാൻ UAE-യിലെ സാമൂഹിക പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും സജീവമായി രംഗത്തുണ്ട്. കൂടാതെ ഇവർ ദുരിതമനുഭവിക്കുന്നവർക്ക് ഭക്ഷണവും എത്തിക്കുന്നു. ഓർക്കുക, ദുബായിലെയും ഷാർജയിലെയും മലയാളി റെസ്റ്റോറന്റുകളാണ് സൗജന്യമായി ഭക്ഷണം നൽകുന്നത്. സഹായം ആവശ്യമായി വരുന്നവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന നമ്പറിൽ വിളിക്കേണ്ടതാണ്. ഉടൻ തന്നെ സഹായം നിങ്ങൾക്ക് ലഭ്യമാകും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.